പ്രതിഭട്ട എന്തൊക്കെ ചെയ്തിട്ടും ഒരു കോൺസെൻട്രേഷൻ കിട്ടുന്നില്ല. ഈ ഒരു രീതിയിൽ സംസാരിക്കുന്ന ഒരുപാട് ആൾക്കാരെ എനിക്കറിയാം. ഇനിയിപ്പോൾ ഒന്ന് തിരിച്ചൊന്ന് കോൺസെൻട്രേഷനിലേക്കൊക്കെ എത്താൻ ഒന്ന് രാവിലെ എഴുന്നേറ്റാൽ മതി. ഇതൊക്കെ ചെയ്തിട്ടും ഒരു കാര്യത്തിലും ഡെയിലി ഹാബിറ്റ് ആണെങ്കിലും ഒന്നിലൊന്ന് കോൺസെൻട്രേറ്റ് ചെയ്യാൻ പറ്റുന്നില്ല. ഇതിനെന്തെങ്കിലും ഒരു പരിഹാരമുണ്ടോ ശരിക്കും? അതിനാ ഇവിടെ ഒരുപാട് രീതികൾ നമ്മളും താമസിക്കുന്നത് അല്ലെങ്കിൽ നമ്മളെവിടെ താമസിക്കുന്നത് കേരളത്തിലല്ലേ? ഉം. കേരളത്തിൽ ഒരുപാട് താന്ത്രിക രീതികളുണ്ട്. അല്ലെങ്കിൽ ഒരുപാട് യോഗ രീതികൾ പ്രാക്ടീസ് നടക്കുന്നുണ്ട്. പല ധ്യാനമുറകളുണ്ട്. ഈ ധ്യാനം എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ ഒത്തിരി ധ്യാനങ്ങളുണ്ട്. അപ്പോൾ അതിൽ വളരെ ശ്രേഷ്ഠമായ ഒരുപാട് ധ്യാന രീതികൾ പല ആചാര്യന്മാരും പഠിപ്പിച്ചു കൊടുക്കുന്നുണ്ട്. ഉം. അതിൽ ഞാൻ സജസ്റ്റ് ചെയ്യുന്നതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഏറ്റവും അറിയപ്പെടുന്ന ടിബറ്റൻ ബുദ്ധമത ആചാര്യനായ മിൽരേവ പോലും അഭ്യസിച്ച രണ്ട് ശ്രേഷ്ഠമായ ധ്യാന വിദ്യകളാണ്. ഒന്നെന്ന് പറയുന്നത് സമധ, രണ്ട് വിപാസന. അതായത് ഏറ്റവും പവർഫുള്ളായ രണ്ട് ധ്യാന ടെക്നിക്കുകളാണ്. അതിൽ ഒരുപാട് ഡീവിയേഷൻസ് ഉണ്ട്. സമത വിപാസന എന്ന് പറഞ്ഞാൽ, വിപാസന എന്ന് പറയുന്നത് വളരെ അഡ്വാൻസ്ഡ് ആയിട്ടാണ്. ബുദ്ധനെ ബുദ്ധനാക്കി മാറ്റിയത് വിപാസനയാണ്. ഓക്കെ. സാധാരണ രീതിയിലുള്ള സിദ്ധാർത്ഥൻ എന്ന് പറയുന്ന കപിലവസ്തു സിദ്ധാർത്ഥനെ ബുദ്ധനാക്കി മാറ്റിയത്, ശ്രീ ബുദ്ധ ഭഗവാനാക്കി മാറ്റിയത് ഈ പറയുന്ന ധ്യാന രീതിയാണ് വിപാസന എന്ന് പറയുന്നത്. അപ്പോൾ സമത എന്ന് പറഞ്ഞാൽ സമാധാനം എന്നാണ്. വിപാസന എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അകത്തെ കണ്ണിനെ കാണാനുള്ളൊരു കഴിവ്, നമുക്ക് ഉൾക്കാഴ്ച ഉണ്ടാകുക എന്നുള്ളതാണ്. അപ്പോൾ ബേസിക് ആയിട്ടുള്ള സമത സാധാരണ ആൾക്കാർ ചെയ്തു കഴിഞ്ഞാൽ തന്നെ ഭയങ്കരമായ മാറ്റങ്ങൾ വരും. ഇന്ന് ഇവിടെ വളരെ പ്രശസ്തനായി നിൽക്കുന്ന പല ആൾക്കാരും ഇത് ചെയ്യുന്നവരാണ്. പല നമ്മുടെ സെലിബ്രിറ്റീസിനെ നോക്കിക്കഴിഞ്ഞാലും പല ആൾക്കാരും ഇത് ഫോളോ ചെയ്യുന്നതാണ്. എത്രയോ സെലിബ്രിറ്റീസ്, നമുക്ക് ആരെ അറിയാം? രജനീകാന്തിനെ അറിയാം, അല്ലെങ്കിൽ കമലഹാസനെ അറിയാം, മോഹൻലാലിനെ അറിയാം, അല്ലെങ്കിൽ ഏത് സെലിബ്രിറ്റി, അമിതാഭ് ബച്ചനെ അറിയാം. ആരെ നോക്കിയാലും ഇവരെല്ലാം ഓരോരോ പറയുന്ന രീതികൾ, ധ്യാനമുറകൾ ഫോളോ ചെയ്ത് പോകുന്നവരാണ്. അതുകൊണ്ടാണ് അവരുടെ ജീവിതത്തിൽ എന്നും ഒരു വിജയം പുറകിലുണ്ട്. കാരണം ഈ ധ്യാനമുറകളിൽ കൂടെ പോകുന്ന സമയത്ത് മനസ്സിനെ ഏകാന്തമാക്കാൻ ഏറ്റവും നല്ല രീതികളിലൊന്നാണ് ഈ സമത എന്ന് പറയുന്നത്. സമത എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതിനകത്തൊരു 3 കാറ്റഗറി വേര്. സമതയുണ്ട്, ഭാവനയുണ്ട്, ജപമുണ്ട്. ഈ മെഡിറ്റേഷനെ പറയുന്നത് ബുദ്ധമതത്തിൽ പറയുന്ന ഭാവന എന്നാണ് പറയുന്നത്. ശ്രീ ഭഗവാൻ ബുദ്ധൻ പറയുന്നത് ഭാവന എന്നുള്ള രീതിയിലാണ് ഈ ധ്യാനത്തിനെ പറയുന്നത് തന്നെ. ഈ സമത എങ്ങനെ പ്രാക്ടീസ് ചെയ്യണമെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, നമ്മൾ ഒരിടത്തും പോയി പൈസ കൊടുക്കേണ്ടയോ ഒന്നിൻ്റെ ആവശ്യം തന്നെയില്ല. വെറുതെ എല്ലാവർക്കും ചെയ്യാം. എല്ലാവർക്കും അതിരാവിലെ ഏറ്റവും നല്ലൊരു ആപ്റ്റായിട്ടുള്ള പ്ലേസ് കണ്ടെത്തുക എന്നുള്ളതാണ്. വളരെ സൈലൻ്റ് ആയിട്ടുള്ള പ്ലേസ് കണ്ടെത്തുക, അവിടെ ഇരുന്നിട്ട് നമ്മുടെ ശ്വസന വ്യവസ്ഥയെ ഫോക്കസ് ചെയ്യുക എന്നുള്ളതാണ്. നമ്മൾ ഇരിക്കുന്ന ഇടവും ഒരു ഇമ്പോർട്ടൻ്റ് ആണ്. കാരണം വളരെ വളരെ ഡിസ്റ്റർബൻസ് ഉള്ളൊരു പ്ലേസ് ആണെങ്കിൽ ഒരിക്കലും നമുക്ക് അവിടെ ഫോക്കസ് കിട്ടില്ല, കോൺസെൻട്രേഷൻ കിട്ടണമെന്നില്ല. നമ്മളിരിക്കുന്ന പ്ലേസ് വളരെ കാമായിട്ടുള്ള പ്ലേസ് ആണ്, കാം ആൻഡ് ക്വയറ്റുള്ള പ്ലേസ് ആണെങ്കിൽ നമുക്ക് സ്വാഭാവികമായിട്ടും നമ്മുടെ സോളിന് അപ്ലിഫ്റ്റ് ഉണ്ടാവും. അപ്പോൾ പൂർണ്ണമായിട്ടും ഈ സമത ചെയ്യുന്ന സമയത്ത് വേറെ ഒന്നും വേണ്ട, കണ്ണുകളടച്ച് നമ്മുടെ ശ്വാസത്തിന് മാത്രം. ഈ പല രീതികളിലും ശ്വസന വ്യവസ്ഥയെ എന്താ പറയുക, പല രീതിയിലും പല ടൈമിലും പഠിപ്പിക്കുന്നുണ്ട്. സ്പീഡാക്കി ചെയ്യാൻ പറയുന്നുണ്ട്, സാവധാനം ചെയ്യാൻ പറയുന്നുണ്ട്, അല്ലേ? പക്ഷേ ഇതിനകത്തെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 10 വരെ കൗണ്ട് നമ്മൾ മനസ്സിലെണ്ണുന്ന സമയത്ത് എത്ര പ്രാവശ്യം നമ്മൾ ശ്വസിക്കുന്നു അതിൻ്റെ കൗണ്ട് എടുക്കുക എന്നുള്ളതാണ്. അപ്പോൾ 1 മുതൽ 10 വരെ നമ്മൾ മനസ്സിൽ കൗണ്ട് ചെയ്യുമ്പോൾ എത്ര പ്രാവശ്യം നമ്മുടെ മൂക്കിൽ കൂടെ ശ്വാസത്തിൻ്റെ കൗണ്ട് എടുക്കുന്നത്, ശ്വാസത്തിനെ മാത്രം ഫോക്കസ് ചെയ്തിരിക്കാനാണ് പറയുന്നത്. ഈ ശ്വസനം വളരെ ക്ലിയറായിട്ട് ഫോക്കസ് ചെയ്ത് കഴിഞ്ഞാൽ നമ്മുടെ എന്താ പറയുക, മനസ്സിൻ്റെ ചിന്തകളെ കൺട്രോൾ ചെയ്യാൻ പറ്റുമെന്ന് പറയും. സാധാരണ രീതിയിൽ എന്താണ്, ശരീരത്തിൻ്റെ വികാരങ്ങളെയും മനസ്സിൻ്റെ ചിന്തകളെയും കൺട്രോൾ ചെയ്യാനാണ് ഈ പറയുന്ന രീതികൾ ഉപയോഗിക്കുന്നത്. പക്ഷേ ഇതിൽ മനസ്സിൻ്റെ ചിന്തകളുടെ എണ്ണം, അതിൻ്റെ ഫ്രീക്വൻസിയെ നമുക്ക് യുണീക്കാക്കാൻ കഴിയുമെന്നാണ്. ഒരു ദിവസം നമുക്ക് എങ്ങനെ പോയിക്കഴിഞ്ഞാലും ഒരു 70,000 60,000 മുതൽ 70,000 ചിന്തകൾ നമുക്ക് വരുന്നുണ്ട്, അല്ലേ? ഇതിൽ എത്ര ചിന്തയാണ് യുണീക്കുള്ളത്? എത്ര എണ്ണമാണ് നമ്മൾ ഇംപ്ലിമെൻ്റ് ചെയ്യുന്നത്, അല്ലേ? ഇതിലൊരു 10 എണ്ണം പോലും നമുക്ക് ഇംപ്ലിമെൻ്റ് ചെയ്യാൻ പറ്റില്ല, 5 എണ്ണം പറ്റില്ല. അറ്റ്ലീസ്റ്റ് അതിൽ 2 ചിന്തയെങ്കിലും യുണീക്ക് വന്നു കഴിഞ്ഞാൽ ആ 2 എണ്ണമെങ്കിലും ഇംപ്ലിമെൻ്റ് ചെയ്യാൻ പറ്റിയാൽ നല്ലത് എന്നുള്ളതാണ്. അപ്പോൾ അവിടെ മനസ്സിനെ ശാന്തത കൊണ്ടുവരാൻ വേണ്ടി ഈ ഒരു മെത്തേഡ്, ഒരു 1 മുതൽ 10 വരെ എണ്ണുന്നത് വരെ എത്ര പ്രാവശ്യം നമ്മൾ ശ്വാസം എടുക്കുന്നോ ആ കൗണ്ടിന് നമ്മൾ ഫോക്കസ് ചെയ്യുക.
ആ കൗണ്ട് 10 വരെ ആയിക്കഴിഞ്ഞാൽ ഫോർ എക്സാമ്പിൾ 50 പ്രാവശ്യം ശ്വസിച്ചു എന്ന് വെച്ചോളൂ. വീണ്ടും സ്റ്റാർട്ട് ചെയ്യുക. അങ്ങനെ എത്രത്തോളം പ്രാവശ്യം നിങ്ങൾക്ക് 1 മുതൽ 10 വരെ എണ്ണാൻ പറ്റുമോ അതിനകത്ത് വെച്ച് എത്ര കൗണ്ട് നിങ്ങൾ എടുക്കുന്നോ അതാണ് കൗണ്ട് ചെയ്യേണ്ടത്. അതാണ് ഈ പറയുന്ന രീതി എന്ന് പറയുന്നത്. ഇതിൽ നിന്നും അടുത്തതിലേക്ക് പോകുമ്പോൾ വീണ്ടും തിരിച്ചും ഭാവന എന്ന് പറയുന്നൊരു ഡീവിയേഷൻ ഉണ്ട്. ഭാവന എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇതൊന്നും വേണമെന്നില്ല. നമുക്ക് ഇഷ്ടമുള്ള ഒരു ഇമാജിനറി മെക്കാനിസമാണ്. നമുക്ക് ഇഷ്ടമുള്ളൊരു ഇമേജസ് കാണാം. ഫോർ എക്സാമ്പിൾ നമ്മളിരിക്കുന്നത് ഏതെങ്കിലും ഒരു അരുവിയുടെ തീരത്തോ, നല്ല നീലാകാശം, വർണ്ണശബളമായ ഒരുപാട് പുഷ്പങ്ങൾ കാണുന്നു, അല്ലെങ്കിൽ മഴവില്ല് കാണുന്നു. ഇതൊക്കെ സങ്കല്പിച്ചുകൊണ്ട്, അല്ലെങ്കിൽ നമ്മൾ ഏതെങ്കിലും ഒരു നമുക്കിഷ്ടമുള്ളൊരു ഡൈറ്റി, ഏത് ഡൈറ്റിയുമാകാം, ഏത് ദൈവവുമാകാം, നമ്മൾ ഇമാജിൻ കണ്ടുകൊണ്ട് പൂർണ്ണമായിട്ട് ആ ഇമേജിൽ മാത്രം ഫോക്കസ് ചെയ്യുന്നു. നമ്മുടെ മനസ്സിൽ സങ്കല്പം കൊണ്ടുവരണം. അതിൽ മാത്രം ഫോക്കസ് ചെയ്തിട്ട് നമ്മുടെ ശ്വസന വ്യവസ്ഥയെ കൂട്ടുക എന്നുള്ളതാണ്. അവിടെ കൗണ്ട് നോക്കേണ്ട ആവശ്യമില്ല. സ്വാഭാവികമായിട്ടും ആ ഇമാജിനിലേക്ക് മാത്രം ചെയ്യുമ്പോൾ നമ്മൾ ഭയങ്കര പീസായി മാറുമെന്നാണ് പറയുന്നത്. ഇത് ഇന്നർ സ്ട്രെങ്ത് കൂട്ടും. നമ്മൾ എത്രത്തോളം പീസാവുന്നോ നമ്മുടെ ഇന്നർ സ്ട്രെങ്ത് കൂട്ടും. നമ്മുടെ സെലിബ്രിറ്റീസ് ഒക്കെ ചെയ്യുന്നത് പല ഓരോ ആൾക്കാരും ചെയ്യുന്നത് അത് തന്നെയാണ്. ഓരോ രീതികളുണ്ട്. ഓരോ ആൾക്കാരും ഓരോ രീതിയും ഓരോ ഗുരുക്കന്മാരും ഉണ്ടാകാം. പക്ഷേ ഇത് ഒരു ഗുരുവിൻ്റെ ആവശ്യമില്ല. നിങ്ങൾക്ക് തന്നെ ചെയ്യാം. നിങ്ങൾ ഏതെങ്കിലും ലെവലിലായെന്ന് തോന്നുകയാണെങ്കിൽ നല്ല ഗുരുവിൻ്റെ അടുത്ത് പോകും. അവർ പറയുന്ന കാര്യങ്ങൾ ഫോളോ ചെയ്യും, മുന്നോട്ട് പോകും എന്നുള്ളതാണ്. ഇത് ഈ രണ്ടാമത്തെ സ്റ്റെപ്പ് ഭാവന. മൂന്നാമത്തെ സ്റ്റെപ്പ് എന്താണ്? മൂന്നാമത് ജപമാണ്. ജപിക്കുക. നമുക്ക് ജപമാല വെച്ച് ജപിക്കാം. ജപമാല വെച്ച് ജപിക്കുമ്പോൾ പല ആൾക്കാരും ചോദിക്കും, എനിക്ക് മന്ത്രം അറിയില്ലല്ലോ, എനിക്ക് ഉപദേശം ഇല്ലല്ലോ. ഇങ്ങനെ പല ക്വസ്റ്റ്യൻസ് വരാം. ഉപദേശം ഇല്ലാത്തവർക്ക് ശാന്തി കൈവരിക്കാൻ വേണ്ടി നമുക്ക് ജപിക്കാം. അതായത് ശാന്തി ശാന്തി ശാന്തി, എനിക്ക് ശാന്തി മാത്രം മതി എന്ന് പറഞ്ഞ് നമ്മൾ ജപിക്കുകയാണെങ്കിൽ സ്വാഭാവികമായിട്ട് നമ്മൾ വളരെ ശാന്തിയിലേക്ക് പോകുന്ന പറയുന്നത്. അതായത് ചില ക്ഷേത്രത്തിലൊക്കെ പോകുമ്പോൾ കണ്ടിട്ടുണ്ട് ചില ആൾക്കാർ ഇങ്ങനെ ഓം ശാന്തി ഓം. അതെ, ഈ മിൽഡ്രേബയുടെ അതിപ്രശസ്തമായ ബുക്കുണ്ട്. അതായത് 100,000 സോങ്സ് ഓഫ് മിൽഡ്രേബ എന്നൊരു ബുക്കുണ്ട്. ആ ബുക്ക് വാങ്ങിച്ച് നോക്കിക്കഴിഞ്ഞാൽ അതിനകത്ത് ഒരുപാട് ധ്യാനമുറകൾ കൊടുത്തിട്ടുണ്ട്. അതിലേറ്റവും ഇമ്പോർട്ടൻ്റ് ആണ് ഈ 2 ധ്യാനമുറകൾ. അപ്പോൾ അതിൽ വളരെ കൃത്യമായി അദ്ദേഹം പറയുന്നുണ്ട്. അദ്ദേഹത്തിൻ്റെ പല സ്പീച്ചും, അതായത് ടിബറ്റൻ ബുദ്ധമതക്കാരിൽ ബുദ്ധമത ആചാര്യൻ അറിയപ്പെടുന്ന എല്ലാവരും ഫോളോ ചെയ്യുന്ന മിൽഡ്രേബയുടെ സക്സസ് സ്റ്റോറി ഒരുപാടുണ്ട്. അദ്ദേഹം ഒരു സമയത്ത് ഒരുപാട് കഷ്ടപ്പെട്ട് ഒരുപാട് രീതിയിൽ ഡിസർവ് ചെയ്യാൻ പറ്റാത്തൊരു ലെവലിൽ നിന്നാണ് അദ്ദേഹം ഈ ലെവലിലേക്ക് വളർന്നു വന്നത്. ആ വളർന്നു വരുന്ന സമയത്തും അദ്ദേഹം അഭ്യസിച്ച വിദ്യകളും അദ്ദേഹം മറ്റുള്ളവർക്ക് പറഞ്ഞു കൊടുത്ത അവർ വിജയിച്ചതുമായിട്ടുള്ള സംഭവങ്ങളാണ് ഈ ബുക്കിൽ കൊടുത്തിരിക്കുന്നത്. പിന്നെ ഈ മൂന്നാമത്തെ നമ്മൾ ഈ പറയുന്ന ജപം എടുക്കുന്ന സമയത്ത് ശാന്തിക്ക് വേണ്ടി മാത്രമാണെങ്കിൽ നമുക്ക് അതുപോലെ ശാന്തി കൈവരും. അതിനപ്പുറം ഇത് നമുക്ക് വേണ്ടിയുള്ളത്. ഇപ്പം മറ്റുള്ളവർക്ക് കൊടുക്കാനാണെങ്കിൽ അവിടെ സ്നേഹം വേണമെങ്കിൽ ജപിക്കാം. സ്നേഹത്തിന് വേണ്ടിയാണെങ്കിൽ ഈ ഒഴുകുന്ന സ്നേഹം എന്നിലൂടെ മറ്റുള്ളവർക്ക് എത്തട്ടെ എന്നൊരു കൺസെപ്റ്റോട് കൂടിയാണെങ്കിൽ ജപത്തിൽ നമ്മൾ അത് മാത്രം ജപിക്കുകയാണെങ്കിൽ മറ്റുള്ളവർക്ക് നമ്മളിൽ നിന്ന് സ്നേഹം കിട്ടുന്നതായിട്ടായിരിക്കും കിട്ടുക. അപ്പോൾ ആ സ്നേഹം എന്ന് പറഞ്ഞ ഒരു അളക്കാൻ പറ്റാത്ത, എന്താ പറയുക, ഒരു പ്രൈസ്ലെസ് ആയിട്ടുള്ളൊരു സംഭവമാണല്ലോ. എത്രയോ പേര് ഓടി നടന്നിട്ട് പോലും കിട്ടുന്നില്ല. ഡിസർവ് ചെയ്യുന്ന ആൾക്കാർക്ക് യൂണിവേഴ്സ് കൊടുക്കുമെന്നാണ് പറയുന്നത്. നമ്മൾക്ക് ഒരു ഏജ് സമയങ്ങളിൽ പലയിടത്തുനിന്ന് റിജക്ഷൻസ് വരും അല്ലേ? അപ്പോഴാണ് സ്നേഹത്തിൻ്റെ വില മനസ്സിലാക്കുന്നത്. പിന്നെ പാരൻസ് നമ്മുടെ കൂടെ ഇല്ല, നമ്മുടെ കൂടെ ഉണ്ടെങ്കിൽ സ്നേഹിക്കാൻ പറ്റുന്നില്ല, നമുക്ക് വേണ്ടപ്പെട്ടവരുണ്ട് പക്ഷെ സ്നേഹം കിട്ടുന്നില്ല, ഒറ്റപ്പെട്ട അവസ്ഥ, ഇങ്ങനെ ഒരുപാട് തലങ്ങളുണ്ട്. നമ്മൾ പോലും അറിയാതെ ഒരു ദിവസം ഒരു നേരമെങ്കിലും ഒരാൾ വിളിച്ചാൽ കൊള്ളാമെന്ന് ആഗ്രഹിക്കുന്ന ഒരുപാട് പേരുണ്ട്. അപ്പോൾ അവർക്കൊക്കെ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റുമെന്ന് വെച്ചാൽ നമ്മുടെ സ്നേഹം അവർക്ക് ഒഴുകി എത്തട്ടെ എന്നുള്ള രീതിയിൽ നമുക്ക് ആ ഒരു കൺസെപ്റ്റ് വിചാരിച്ചുകൊണ്ട് ഈ മൂന്നാമത്തെ സെഗ്മെൻറ്റായ ജപത്തിനെ മനസ്സിൽ സങ്കല്പിച്ചുകൊണ്ട് ചെയ്യാം. ഇതുമല്ലാന്നുണ്ടെങ്കിൽ നമുക്ക് പൂർണ്ണമായിട്ടും ഗുരു ഉപദേശപ്രകാരം ഏതെങ്കിലും മൂലമന്ത്രമോ ഏതെങ്കിലും ജപമോ നമുക്ക് ജപമാലയിൽ ജപിക്കാം. ജപമാല ജപിച്ചു കഴിഞ്ഞാൽ തന്നെയും നമ്മൾ സായി പല്ലവിയുടെ കേസ് ഇടയ്ക്ക് പറഞ്ഞിട്ടുണ്ടായിരുന്നു അല്ലേ? സായി പല്ലവി പോലെ ഓൾമോസ്റ്റ് പല ആൾക്കാരും ജപമാല കയ്യിൽ എവിടെ പോയാലും ക്യാരി ചെയ്യുന്നുണ്ട്, എപ്പോൾ ഫ്രീ സമയം കിട്ടിയാലും ജപിക്കുന്നുണ്ട്. അപ്പോൾ ഈ പറയുന്ന ധ്യാനമുറകൾ എന്ന് പറയുന്നത് ഒരാളുടെ ജീവിതത്തിനെ തന്നെ, അതായത് അതിൽ ചോദിച്ച ക്വസ്റ്റ്യൻസ് എങ്ങനെ കോൺസെൻട്രേഷൻ കൂട്ടാം, ഒരാളുടെയും സപ്പോർട്ടും ആവശ്യമില്ല, സ്വന്തമായിട്ട് ചെയ്യാൻ പറ്റുന്ന ഏറ്റവും ശ്രേഷ്ഠമായ 2 ധ്യാനമുറകളാണ് ഇത് രണ്ടും. താങ്ക് യു.